പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, മക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മോണിക്ക പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വേദനകളില്, വഴിതെറ്റിപ്പോയ അവസ്ഥകളില്, രോഗങ്ങളില്, തടസ്സങ്ങളില്, തകർച്ചകളില്, പൈശാചിക പീഡകളില് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് അഭിഷേകം ചെയ്തവരാണല്ലോ മാതാപിതാക്കളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും. കർത്താവെ, വലിയ അഭിഷേകത്തോടെ, വലിയ എളിമയോടെ, വലിയ ദാഹത്തോടെ ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, അവസ്ഥകളില്, രോഗപീഠകളില്, അടിമത്തങ്ങളില്, ബന്ധനങ്ങളിലെല്ലാം കർത്താവെ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൂട്ടായ്മയില്, ഈ മോണിക്ക പ്രാർത്ഥനയില് അനേക മാതാപിതാക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും സങ്കടങ്ങളും എല്ലാ ആകുലതകളും അതോടൊപ്പം തന്നെ കർത്താവെ സ്നേഹത്തോടെ നന്ദിയോടെ മക്കളെ ഓർത്ത് അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, വിശുദ്ധ പിതാവേ, നിങ്ങളുടെ സാന്നിധ്യം ഇടത്തും വലത്തും ഉണ്ടാകട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ, വിശുദ്ധ മോനിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്തീനോസെ, ഞങ്ങൾക്കെല്ലാം വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മേഖല മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് മനോനില തെറ്റി ഡിപ്രഷനിലേക്ക് പോയ അനേക മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരുന്ന് കഴിച്ച് പഠനം മുടങ്ങി ആരോഗ്യം നഷ്ടപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും മാനസിക രോഗത്തിന്റെ മരുന്നിന് അടിമപ്പെട്ടു പോയ അനേകം മക്കള്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസങ്ങളൊക്കെ അനേക മാതാപിതാക്കളാണ് ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്യുതമായിട്ട് ചിന്തിച്ചപ്പോ മനസ്സിലേക്ക് കടന്നു വന്നത്, ഇന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിന് ഒരു ബലമില്ല, കട്ടിയില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം മാതാപിതാക്കൾക്ക് വലിയ തെറ്റാണ്. എന്തെന്നറിയോ? മക്കളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അറിയാതെ വളർത്തി. അതായത് എനിക്കുണ്ടായ ഒരു അനുഭവം, ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള മാതാപിതാക്കള് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി സഹിച്ചാണ് വളർന്നതൊക്കെ. അപ്പൊ ആ ഒരു കഷ്ടപ്പാട് മക്കൾക്കുണ്ടാകാൻ പാടില്ലെന്ന് കരുതി നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെയാണ് ഈ മക്കൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഒന്നിനും നോ പറയത്തില്ല. അവർക്കെല്ലാം സൗകര്യങ്ങള്, ഡ്രസ്സ്, ചെരുപ്പ്, മറ്റ് എല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. നല്ല സ്കൂള്, ഒരു ആകുലതയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ ഈ മക്കളെ എല്ലാം കൊടുത്ത് വളർത്തിയ ഒരു അവസ്ഥ, അത് നമ്മുടെ നന്മയാണ്. പക്ഷെ അത് വലിയ തിന്മയായിട്ട് ഭവിച്ചു. ഇങ്ങനെ പറയില്ലേ, തീയിൽ കൊരുത്തത് വെയിലത്ത് വാടത്തില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് ചെറിയൊരു പ്രതിസന്ധി, ഒരു പ്രതികൂലം, ഒരു പ്രതിബന്ധം വന്നാല് പെട്ടെന്ന് അവര് അകപ്പാടെ വെപ്രാളം പിടിക്കുക. പരീക്ഷയുടെ കാര്യത്തില് ഒരു തടസ്സം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ പെട്ടെന്ന് ഈ മക്കള് സ്ട്രെസ് ആവുക. കാരണം അവർക്കൊരു മനോബലമില്ല, അങ്ങനെ വളർന്നിട്ടില്ല, അതിനെ നേരിട്ടിട്ടില്ല. അങ്ങനെ കഷ്ടപ്പാടും വേദനകളും അതിന്റെ ഭാരങ്ങളും എല്ലാം മക്കളും അറിഞ്ഞ് അനുഭവിച്ച് വളരണം. കഷ്ടപ്പാട്, മാതാപിതാക്കള് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, ജോലിയുടെ കഷ്ടപ്പാട്, അതിന്റെ ഭാരം, ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പൈസയുടെ വില, ഇത് നമ്മുടെ പല മക്കൾക്കും പൈസയുടെ വില അറിയത്തില്ല. കാരണം അവർക്ക് കിട്ടി അവര് വിലയില്ലാത്ത മക്കളായിട്ട് മാറി. അതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുമ്പോ ഇതിനൊക്കെ റിയൽ, ഇവര് സാമ്പത്തിക മേഖലയിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കേണ്ടി വരുമ്പോ ഇവരാകപ്പാട് തകർന്നു പോകും. കുടുംബജീവിതത്തില് ഒരു പ്രശ്നം വരുമ്പോ ഈ മക്കൾ തകർന്നു പോകും. അപ്പോ ഡൈവേഴ്സായി പഠനത്തില് ഒരു പ്രതിസന്ധി വരുമ്പോ അവര് അവിടെ തകർന്നു പോകും. മാത്രമല്ല, ചില പ്രലോഭനങ്ങള്, കൂട്ടുകെട്ടുകളൊക്കെ വരുമ്പോ ഈ മക്കള് അവിടെ തകർന്നു പോകും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? കൂട്ടുകാരെ ആശ്രയിക്കും. ഈ കൂട്ടുകാരെ അങ്ങോട്ട് കൊണ്ടുപോകും. തെറ്റായ ബന്ധങ്ങളിലേക്ക്, തെറ്റായ ശീലങ്ങളിലേക്ക്, ചിലപ്പോ മയക്കുമരുന്നിലേക്ക്, കഞ്ചാവിലേക്ക്, ലഹരിയിലേക്ക് അങ്ങനെ കൊണ്ടുപോകും.
അങ്ങനെ ഈ മക്കള് പോയി അവസാനം ഈ പാവപ്പെട്ട മക്കള് തകർന്ന് തരിപ്പണമായി, മനോനില തെറ്റി. അങ്ങനെ സ്ട്രെസ് ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കാണ്. ഡാഡി എന്നെ സ്ട്രെസ് ആക്കല്ലേ, മമ്മി എന്നെ സ്ട്രെസ് ആക്കല്ലേ, എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുക. സ്ട്രെസ് എന്നുള്ള ഒരവസ്ഥ ഇന്ന് നമ്മുടെ മക്കളെ കീഴടക്കി. അതിനെ താങ്ങാനാകാതെ മനോനില തെറ്റി നമ്മുടെ പാവപ്പെട്ട അനേക മക്കള് ഡിപ്രഷനിലേക്ക് പോയി മാനസിക രോഗത്തിന്റെ മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടാമത്തെ അല്ല, പരമപ്രധാനപ്പെട്ട കാര്യം, ഈ മക്കൾക്ക് ദൈവവുമായിട്ട് ആഴപ്പെട്ട ഒരു ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മനോബലം എന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ല, പിന്നെയോ എന്താണ് ബലം? കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ആ ഒരു ബന്ധം, അതാണ് നമ്മുടെ ഒക്കെ ബലം. ദാവീദ് പറഞ്ഞ 23-ാം സങ്കീർത്തനത്തില് 1-ാം വചനത്തിൽ ദാവീദ് പറയാ, കർത്താവ് എന്റെ ഇടയൻ ആകുന്നു, എനിക്ക് ഒന്നിനും കുറവ് ഉണ്ടാകത്തില്ല. വലിയൊരു ബോധ്യമാ, കർത്താവിന്റെ ഇടയനായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഇടയന്റെ ആടിനെ പോലെ ഇടയനോട് ചേർന്ന് ജീവിച്ച ദാവീദിന്റെ ബലം. ആ ദാവീദ് പറയാ, മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല. കാരണം എന്താ? കർത്താവിന്റെ കൂടെയുണ്ട്. ഈ ഒരു ബന്ധം ഉണ്ടാവണം. ഇപ്പൊ ദാനിയേല് ബാബിലോണില്ല, 3 യുവാക്കന്മാര് ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ, അവര് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അവിടെയൊക്കെ കർത്താവ് കൂടെയുണ്ട്. തീച്ചൂളയിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരത്തക്ക വിധം ആ കർത്താവ് ബന്ധം അവർക്കുണ്ടായിരുന്നു. സിംഹക്കുഴിയില് കർത്താവ് ഇടപെടാനും സിംഹങ്ങളുടെ വായ്കൾ പൂട്ടാനും കരുത്തുള്ള കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം. ഇവരെ ആരെയും വെപ്രാളപ്പെടുത്തിയില്ല, അവർക്ക് സ്ട്രെസ് ആക്കിയില്ല, അവർക്ക് സമ്മർദ്ദമേറ്റിയില്ല. കാരണം കർത്താവ് കൂടെയുണ്ട്. ജോഷുവയുടെ കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും, ജോഷുവ 1:5, ആർക്കും നിന്നെ തോൽപ്പിക്കാനാകത്തില്ല, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ബോധ്യം ജോഷുവയ്ക്ക് വലിയ കരുത്തു നൽകി. അതിനുവേണ്ടി ജോഷുവ സമാഗമ കൂടാരത്തില് മോശ പ്രാർത്ഥിച്ച് ഇറങ്ങി പോകുമ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവബന്ധത്തിൽ ആഴപ്പെട്ട യുവാവായ ജോഷുവ കരുത്തും ശക്തിയുമുള്ളവനായിട്ട് മാറി. ജെറമിയ ബാലനായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞേ? നീ കേവലം ബാലനാണെന്ന് പറയരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ അയക്കുന്നു, ഇപ്പോ നീ ചെയ്യ്. അവർ നിൽക്കെതിരെ യുദ്ധത്തിന് വരും, പ്രശ്നം വരും, പക്ഷെ ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായി ഉറപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. കണ്ടോ, ആ ഒരു ബന്ധം ഈ യുവ മക്കൾക്കുണ്ടായപ്പോ അവര് പല പല പ്രതിസന്ധികള്, പല പല പ്രതികൂലങ്ങള്, ശത്രുക്കള്, യുദ്ധങ്ങള് ഇതെല്ലാം വന്നപ്പോഴും ആ ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നില്ലേ, ഞാൻ നിന്നെ തോൽപ്പിക്കൂടാ ഗോലിയാത്തെ, ഇത് കർത്താവിന്റെ യുദ്ധമാ, ഇത് കർത്താവിന്റെ യുദ്ധമാ. അങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നേ? അതുപോലത്തെ ഒരു കർത്താവ് ബന്ധം ഈ ദാവീദിന് കർത്താവിനോട് ഉണ്ടായിരുന്നു. അത് ഇല്ലാതെ പോയത് ഇന്ന് നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് ഭീതിയിലും ഭയത്തിലും പെട്ട് സ്ട്രെസ്സാക്കി മാനസികമായിട്ട് തകർന്നു പോകാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് അച്ഛന്റെ മനസ്സിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകളില് വന്നുപോയ മാതാപിതാക്കളായ നമ്മുടെ വീഴ്ചകളെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. മാത്രമല്ല, നമ്മുടെ മക്കൾ ഈശോയോട് ചേർന്ന് ഈശോയുമായുള്ള ബന്ധത്തിൽ, ഞാൻ പറയും, പള്ളി പോയതുകൊണ്ട് ഈ ബന്ധം ഉണ്ടാവണമെന്നില്ല, അൾത്താരിൽ കയറിയതുകൊണ്ട് ഈ ബന്ധം ഉണ്ടാവണമെന്നില്ല. അതുണ്ടാകണമെങ്കിൽ വ്യക്തിപരമായിട്ട് എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്, ആ ഈശോയോട് സംസാരിച്ച് ഈശോ ബന്ധത്തില് ഈശോയുടെ കൂടെ ഇരുന്ന് വ്യക്തിപരമായ ഒരു ബന്ധം വളർത്തി എടുക്കാതെ പറ്റത്തില്ല. ഇത് പറയാനുള്ള കാരണം, അനേക മാതാപിതാക്കള് പലവട്ടം പറഞ്ഞു, അച്ഛാ 10ാം ക്ലാസ് വരെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ പള്ളി പോയതുകൊണ്ട് കാര്യമില്ല, ആൾത്താരെ കയറുന്ന കാര്യമില്ല, കുർബാന സ്വീകരിച്ചാൽ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, നമ്മള് തിരുവോസ്തി ഈശോയെ സ്വീകരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പള്ളിയുടെ കുർബാന കഴിയും, നമ്മൾ പുറത്തേക്ക് അറിയിപ്പോ, അങ്ങനെയൊക്കെയാ സാധാരണ. പക്ഷെ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അപ്പമായിട്ട് വന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു ഡോക്ടർ അച്ഛനായി അദ്ദേഹം പറയാണ്, ഒരപ്പം ശരീരത്തിൽ അലിഞ്ഞു ചേരാൻ ഒരു 20 മിനിറ്റെങ്കിലും വേണം. അതുപോലെ വിശുദ്ധ കുർബാനയായിട്ട് തിരുവോസ്തി രൂപനായി വരുന്ന ഈശോ നമ്മിൽ അലിഞ്ഞ് നമ്മിൽ ഒന്നായി തീരാൻ വേണ്ടി ഒരു 20 മിനിറ്റെങ്കിലും ഈശോയുടെ കൂടെ ഇരുന്ന് വേറെ ആരോട് സംസാരിക്കാതെ എന്റെ ഈശോയെ എന്നിൽ നിറയണം, എന്റെ ചിന്തയില്, ശരീരത്തില്, മനസ്സില്, ആത്മാവില്, വികാരങ്ങളില്, ആസക്തികളില് എന്റെ ഈശോയെ അങ്ങ് നിറയണം. അങ്ങനെ
ഈശോയെ നിറച്ചെടുക്കുക. അപ്പൊ ഈശോ ബന്ധം കൂടും. അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ്, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആ പൗലോസ്ലീഹ പറഞ്ഞ ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധിക്കും. കണ്ടോ ആ ബന്ധം? ഈ ബന്ധത്തിലാണ് മക്കളെ വളർത്തേണ്ടത്. ഈ ബന്ധത്തിലാണ് നമ്മളും വളരേണ്ടത്. നമ്മളും ഇന്ന് എന്തെങ്കിലുമൊക്കെ വരുമ്പോ പെട്ടെന്ന് വെപ്രാളപ്പെടാനുള്ള കാരണം എന്താ? ഈ ബന്ധം നമുക്കില്ലാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. അങ്ങനെ പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മക്കൾ ഈശോയിൽ തിരിച്ചു വരും. ഈശോയിൽ തിരിച്ചു വരും, ഉറപ്പാണ്. കർത്താവിന്റെ സാന്നിധ്യം, ഇടയന്റെ സാന്നിധ്യം, ഈ ബന്ധം മക്കൾ കിട്ടിയാൽ ഏത് മാനസിക രോഗത്തിൽ നിന്നും, ഏത് സമ്മർദ്ദത്തിൽ നിന്നും, ഏത് മരുന്നും വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ സൗഖ്യം പ്രാപിച്ചു വരും. നമ്മുടെ കർത്താവിനോട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഒപ്പം നമുക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ കൈവിടാതെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അന്ന് ഗലീലായില് ശിൽഹന്മാരുടെ കൂടെ നടന്നതുപോലെ, അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതുപോലെ ഇന്നും ദിവ്യകാരുണ്യത്തിൽ വസിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ഞങ്ങളെ പ്രവർത്തിക്കുവാനും തിരുമനസ്സായിട്ടാണല്ലോ അങ്ങ് വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി മാറിയത്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആ വലിയ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് ദിവ്യസക്രാരിയില്, ഈ അരുളിക്കായില് ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്ന് സ്നേഹത്തോടെ നന്ദിയോടെ ആ വലിയ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവെ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കൂടെ വസിക്കുന്ന കർത്താവെ, കൈവിടാത്ത കർത്താവെ, ഭയപ്പെടാണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ, അതിനായി ദിവ്യകാരുണ്യമായി ഈശോയെ ഇന്നും ജീവിക്കുന്ന കർത്താവെ, സർവാധിപനെ, സർവശക്തനെ യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മഹത്വം, മഹത്വം കർത്താവെ, നന്ദി, നന്ദി, സ്തുതി, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന ഈശോയെ. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കർത്താവേ, എപ്പോഴും കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ മനോനില തെറ്റി ഡിപ്രഷനിലേക്ക് പോയി ഇന്ന് മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ച് മനോരോഗാവസ്ഥയിൽ വേദനിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ, എന്നാൽ ചെറിയ കാര്യം വരുമ്പോഴേക്കും പെട്ടെന്ന് മനസ്സിന്റെ നില തെറ്റിപ്പോകുന്ന വിധത്തില് സമ്മർദ്ദത്തിലാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഭയം, ഉത്കണ്ഠ, ഒത്തിരിയേറെ നിരാശ, സങ്കടം, പരീക്ഷാ ഭയം, യേശുവേ, എല്ലാ അവസ്ഥകളോടുകൂടി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ ഒരിക്കലും തോൽക്കാൻ ഇടയാകാത്ത വിധം ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അങ്ങയെ സ്വീകരിച്ച സ്വന്തമാക്കിയ ജോഷുവയെ പോലെ, ദാനിയേലിനെ പോലെ, ആ 3 യുവാക്കന്മാരെ പോലെ ഏതവസ്ഥയിലും ഈശോയെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ധീരതയോടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ഒരു വലിയ വാഗ്ദാനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് ദൈവം, കൈവിടാത്ത കർത്താവാണങ്ങ് എന്നുള്ള തിരിച്ചറിവോടെ ഞങ്ങളുടെ മക്കള് അങ്ങയിലേക്ക് അടുക്കട്ടെ. അങ്ങ് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക്, ഈ സംരക്ഷണത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ഭയം, മാനസിക സമ്മർദ്ദങ്ങൾ,
നിരാശ, എല്ലാ അസ്വസ്ഥതകൾ എടുത്തു മാറ്റിക്കൊണ്ട് ഈശോയെ ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഭയപ്പെടാതെ, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാതെ അങ്ങയിൽ വിജയം വരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. അതോടൊപ്പം കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയോടുള്ള ആഴമായ ബന്ധം ഉറപ്പിക്കുന്ന ഒരു ആത്മീയ ബന്ധം ഈശോയെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ അഭിഷേകത്തിന് വേണ്ടി. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കർത്താവേ, ആ വലിയ കൃപ ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ ദിവ്യകാല സ്ഥലത്തിലേക്ക് ഉയർത്തി മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും, ഇപ്പോൾ ഈ അവസ്ഥയിൽ മരുന്ന് കഴിക്കുന്ന എല്ലാ മക്കളെയും, ആശുപത്രികളായിരിക്കുന്ന എല്ലാ മക്കളെയും, നാളുകളായി മരുന്ന് കഴിച്ച് പഠനം മുടങ്ങി ജീവിതം തന്നെ വഴിമുട്ടി ആകപ്പാട് തകർന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ കരുണയും കർത്താവിന്റെ സാന്നിധ്യ ശക്തിയും വലിയ പ്രത്യാശയായിട്ട്, വലിയ സാന്നിധ്യമായിട്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും കർത്താവിലേക്ക് ഉയർത്തി ആ മക്കൾക്ക് വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി മാതാപിതാക്കളെ, സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് സാന്നിധ്യ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ, മനസ്സ് ശക്തി പ്രാപിക്കട്ടെ, മനസ്സിന്റെ ആരോഗ്യം വീണ്ടെടുക്കപ്പെടട്ടെ, ആ വലിയ സൗഖ്യം ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേ, അങ്ങയിൽ ഉറപ്പിക്കണമേ, അങ്ങയിൽ ബലപ്പെടുത്തണമേ. ഒരു ഭയത്തിനും, ഒരു സങ്കടത്തിനും, ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രതികൂലത്തിനും, ഒരു പൈശാചികതയ്ക്കും ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്താൻ ഇടയാകാതിരിക്കട്ടെ. ഭയത്തിന്റെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ വിട്ടുപോ. ഉത്കണ്ഠയുടെ ആത്മാവേ, ഞങ്ങളെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ വിട്ടുപോ. എല്ലാ ഉത്കണ്ഠ, ആകുലത, നിരാശ, പേടി യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വിട്ടുപോ, ഞങ്ങളുടെ മക്കളെ വിട്ടുപോ. ഈശോയെ, ഞങ്ങളും അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കട്ടെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടട്ടെ. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങളും കർത്താവെ അങ്ങയോടൊപ്പം ഈ യുദ്ധം ജയിക്കട്ടെ. ദാവീദ് പറഞ്ഞ പോലെ ഇത് കർത്താവിന്റെ യുദ്ധം, ഞങ്ങൾ ജയിക്കും. കർത്താവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. യേശുവേ, വലിയതാകത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചു നൽകി അങ്ങയുടെ എല്ലാ മക്കളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണം. ഒപ്പം തന്നെ കർത്താവേ, ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ മക്കൾക്ക് ഭാരം നൽകാതെ, ദുഃഖം നൽകാതെ, കഷ്ടപ്പാട് നൽകാതെ എല്ലാം കൊടുത്ത് വളർത്തി അവരെ കരുത്തില്ലാത്തവരാക്കി മാറ്റിയതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നല്ലത് വിചാരിച്ചാണല്ലോ ഈശോയെ ഞങ്ങൾ ചെയ്തത്, അത് ദോഷമായി മാറിയ അവസ്ഥകളെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈ അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കണം, അവരെ ബലപ്പെടുത്തണം. ഒരിക്കൽ പോലും വെയിലത്ത് വാടാതെ, ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തകർന്നു പോകാതെ, പേടിച്ച് പിൻവാങ്ങാതെ, തകർന്ന് നശിച്ച് സമ്മർദ്ദത്തെ അടിമപ്പെട്ട് സ്ട്രെസ്സായിട്ട് മാനസിക രോഗത്തെ അടിമപ്പെടാതെ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ഒരു നിമിഷം നമ്മുടെ മക്കളുടെ ഈ മേഖലകളിലുള്ള എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലവും കർത്താവ് കൂടെയുള്ള ശക്തിയും അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും സംരക്ഷണവും നമ്മുടെ മക്കൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ അഭിഷേക ശക്തി നമ്മുടെ മക്കളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി, പുറപ്പെടാൻ വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു.
കൂടെ വസിച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തി സംരക്ഷിച്ച് ബലപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.